പല ആളുകളും പറയുന്നുണ്ട് അടുത്ത എനർജി എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്, സോളാറാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ വൈദ്യുതിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്കൊരു സ്റ്റെപ്പ് വെക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പൊതുജനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയൊരു കമ്പനി അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കുകളെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്കത് ഇത്രയും വലിയൊരു റിട്ടേൺസ് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ടാവില്ല. ബാങ്കുകളൊക്കെ അവിടെ ചാടി വീഴും. നാളെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കുകയും അവർ ഇതേ രീതിയിൽ ഇവിടുന്ന് ലാഭം കൊയ്യുകയും നമ്മൾക്ക് വൈദ്യുതിക്ക് പണം കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരുത്തനെങ്കിലും ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ധാരണ ഉണ്ടാകുമല്ലോ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സാധിക്കും. അതുവഴി വലിയ രീതിയിലുള്ള ഒരു നേട്ടം, അത് സംസ്ഥാന സർക്കാരിന് നേട്ടം ഉണ്ടാകും. സൗജന്യമായിട്ട് വൈദ്യുതി എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എല്ലാവരും നമ്മളുടെ വീടിൻ്റെ മുൻവശത്ത് തൂക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു വീടിൻ്റെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. നമസ്കാരം. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി കൂടി വരികയാണ്. നമുക്കറിയാം, ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. കറണ്ട് പോകുന്ന കാരണം അവിടെ എവിടെയായിട്ട് ആൾക്കാർ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സോളാർ പാനൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും. കാരണം വൈദ്യുതി ക്ഷാമം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 9 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ വൈദ്യുതി മേടിച്ചിട്ടാണ് സബ്സിഡിയോട് കൂടിയിട്ട് KSEB വഴിയായിട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ധനനഷ്ടമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്താണ് മറ്റൊരു സൊല്യൂഷൻ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് അടുത്ത എനർജി എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്, സോളാറാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ വൈദ്യുതിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലേക്കൊരു സ്റ്റെപ്പ് വെക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പൊതുജനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആളുകളും ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് കട്ടിനെ കുറിച്ച് കളിയാക്കിയിട്ടൊക്കെ റൂമർ ഇറക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധി ഉണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിച്ചതിന് ശേഷം ഇവിടെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ സോളാർ പ്ലാന്റേഷൻസിൻ്റെ കുത്തക അവകാശം നൽകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോളാർ പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് വളരെ വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിത്തരുന്ന ഒന്നുകൂടിയാണ് എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ വൈദ്യുതി വിതരണം മൊത്തം, അതായത് പാവപ്പെട്ടവൻ തുടങ്ങി വലിയ കോടീശ്വരന്മാർ വരെയുള്ള ആളുകൾക്ക് വളരെ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് തന്നെ വൈദ്യുതി നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ സോളാർ പ്ലാന്റേഷൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 90 ലക്ഷം വീടുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് കരുതുക. കാരണം 90 ലക്ഷം ഫാമിലീസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ. അപ്പോൾ ഈ 90 ലക്ഷം വീടുകളുടെയും ടെറസ് 500 സ്ക്വയർ ഫീറ്റുള്ള വീടായിട്ട് മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മേളിലേക്ക് കൗണ്ട് ചെയ്യുന്നില്ല. 90 ലക്ഷം വീടുകളുണ്ടെങ്കിൽ മൊത്തം 43,560 ചതുരശ്ര അടി നമുക്ക് കിട്ടും. ഈ 43,560 ചതുരശ്ര അടി എന്ന് പറയുമ്പോഴത്തേക്ക് ഏക്കറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 1,03,306 ഏക്കർ സ്ഥലം വരും. അപ്പോൾ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഏക്കർ സ്ഥലം വേണം എന്നുള്ളത് പരിശോധിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതുമാണ്. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് 4 മുതൽ 5 ഏക്കർ സ്ഥലമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ 5 ഏക്കർ സ്ഥലത്ത് ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 ഏക്കർ സ്ഥലം ആവശ്യമായിട്ട് വരികയാണെന്ന് ഇരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം 20,661 മെഗാവാട്ട്, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് 20,661 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇതിനെ നമ്മൾ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 15 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3099. ഇപ്പം 5 ഏക്കർ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് 3099 കോടി യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനിപ്പോൾ 4 ഏക്കറിൽ 1 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചാലോ ഏകദേശം 25,827 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് 3,874 കോടി യൂണിറ്റ് വൈദ്യുതിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉപയോഗം എത്രയാണ്? കേരള സംസ്ഥാനത്തെ മുഴുവൻ ഒരു വർഷത്തെ വൈദ്യുതിയുടെ ഉപഭോഗം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2,836 കോടി യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഉൽപ്പാദനം 3,800 കോടി യൂണിറ്റ് ആവുകയും 2,836 കോടി യൂണിറ്റ് മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഉപഭോഗം എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തന്നെ ബാക്കി വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 964 കോടി യൂണിറ്റ് നമുക്ക് ബാക്കി വരുന്നുണ്ട്. നമുക്കത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പലരും ചോദിക്കും, ഈ സോളാർ പാനൽ
ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പണം മുടക്കും എന്നുള്ളത്. എല്ലാവരുടെയും കയ്യിലൊന്നും പണമില്ല. അപ്പോൾ അവിടെയാണ് ഒരു പദ്ധതിയുടെ സാധ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 1,00,000 ഏക്കർ സ്ഥലത്ത് സോളാർ പ്ലാന്റേഷൻസ്, അതായത് സോളാർ പാനലുകൾ സ്ഥാപിക്കാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവ് വരും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് 20,000 മെഗാവാട്ടിൻ്റെ ഇതാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 70,000 കോടിയോളം രൂപ, അതായത് 3.5 കോടി വെച്ചിട്ട് ഏകദേശം 70,000 കോടിയുടെ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ 20,000 മെഗാവാട്ടിൻ്റെ ആണെങ്കിൽ 4.5 ക്രോസ് വെച്ചിട്ട് നമുക്ക് 1,12,500 കോടി രൂപയുടെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയൊരു കമ്പനി അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കുകളെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്കത് ഇത്രയും വലിയൊരു റിട്ടേൺസ് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ടാവില്ല. ബാങ്കുകളൊക്കെ വേണമെങ്കിൽ ചാടി വീഴും. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ അദാനിക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ 1,00,000 ഏക്കർ സ്ഥലത്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഈ 1,00,000 ഏക്കർ എന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള എത്രയോ ഗവൺമെൻറ് ഓഫീസുകളുണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, കൃഷിഭവനുണ്ട്, എത്രയെത്ര സ്ഥലങ്ങൾ, പിന്നെ ദേവാലയങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ മുകളിൽ ഇത് സ്ഥാപിക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3,00,000 വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യുക. ഈ 3,00,000 വെച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഏകദേശം 3 ഇരട്ടി. ഇപ്പോൾ നമ്മുടെ ഉൽപ്പാദനം 3,800 ആണെന്ന് ഇത് കരുതുക. അത് വലിയ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് വലിയ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉൽപ്പാദനം വരികയാണ്. അപ്പോൾ 3,800 × 3 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയോ 3,00,000 ഏക്കർ സ്ഥലത്ത് ഇത് പ്ലാന്റേഷൻസ് ആക്കുകയാണെങ്കിൽ അത് ഏകദേശം 11,400 കോടി യൂണിറ്റിൻ്റെ ഉൽപ്പാദനമാവും. നമ്മളുടെ ആഭ്യന്തര ഉപഭോഗം എന്ന് പറയുന്നത് 3,000 കോടി യൂണിറ്റ് മാത്രമാണെന്ന് കരുതുക. ബാക്കിയുള്ള 8,400 യൂണിറ്റും നമുക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതല്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദ്യം ഇതായിരുന്നു, കാരണം എങ്ങനെ ഇവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന്. ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, ഇപ്പോൾ അദാനി തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആളുകൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി നൽകുകയും അതോടൊപ്പം തന്നെ സോളാർ പാനലുകൾ എല്ലാവരുടെയും വീടിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ കമ്പനിക്കായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റർക്കായിരിക്കും, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിനായിരിക്കും. അതിനുശേഷം ബാക്കി വരുന്ന ഉൽപ്പാദനത്തിൽ ബാക്കി വരുന്ന ഈ പറഞ്ഞ 8,400 യൂണിറ്റ് വൈദ്യുതി അത് അവർക്ക് വിൽക്കാം. ഈ 8,400 യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുമ്പോഴത്തേക്ക് കേരളം പോലുള്ളൊരു സംസ്ഥാനം പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുന്നത് 10 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 9 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ വരുന്ന കമ്പനിക്ക് അത് വേണമെങ്കിൽ 6 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും ഒരു വർഷം കൊണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു 30-40% ഇപ്പോൾ 8,400 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത് 3 രൂപയ്ക്ക് മാത്രം വിൽക്കുകയാണെന്ന് വിചാരിക്കുക. 3 രൂപയ്ക്കൊന്നും ഒരിക്കലും അത്രയല്ല, അത് കൂടുതൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ 25,200 കോടി രൂപ കിട്ടും. വാർഷികമാണ് പറയുന്നത്. 4 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 33,600 കോടി രൂപ വരും. അതിന് 5 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 42,000 കോടി രൂപ കിട്ടും. നമ്മൾ 5 രൂപയ്ക്ക് വിളിച്ചാൽ മതി. ഇങ്ങനെ 5 രൂപയ്ക്ക് നമ്മളിത് വിറ്റ് കഴിഞ്ഞാലും 42,000 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന 70,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആ ഒരു വർഷത്തിൽ തന്നെ ഈ 42,000 കോടി രൂപ തിരിച്ചു കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്ത്യയിലെ വേറെ ഏത് ബിസിനസ്സിന് ഇതേ രീതിയിലുള്ള റിട്ടേൺ കിട്ടും? ഏത് ബിസിനസ്സിന് ഇതേപോലത്തെ ഒരു റിട്ടേൺ കിട്ടും? ഒരു ബിസിനസ്സിനും കിട്ടത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം ഉയർന്നു വരുന്നത്, ഇവിടുത്തെ മൊത്തത്തിലുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള അധികാരം അദാനിയെ പോലെയുള്ള വലിയ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് നൽകുന്നു. ആ ഗ്രൂപ്പിന് നൽകിയതിന് ശേഷം അവർ നമ്മുടെ വീടുകളുടെ എല്ലാം മുകളിൽ പാനലുകൾ സ്ഥാപിക്കുന്നു. പാനലുകൾ സ്ഥാപിച്ചാൽ ഇപ്പോൾ അദാനി ഗ്യാസ് പോലെ കമ്പൽസറി ആയിട്ട് അവരുടെ കൈവശത്ത് നിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ KSEBക്ക് വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു റോയൽറ്റി മാത്രം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കത്തക്ക, ഇപ്പോൾ 5,000 കോടിയോ 10,000 കോടിയോ മാത്രം ലഭിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഇതുപോലെ വലിയ രീതിയിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ വരികയും ഈ 80,000 മുതൽ 1,10,000 കോടി മാത്രമാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വർഷം തന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ 3,00,000 ഏക്കർ സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ 8,400 കോടി യൂണിറ്റ് വൈദ്യുതി വിൽക്കാൻ പാകത്തിന് നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇനിയും ചിന്തിക്കാൻ വൈകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്.
നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കണക്കിവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരുപാട് വലിയ കോൺസെപ്റ്റുകളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ഇത് പരിഗണിക്കുകയാണെങ്കിൽ പരിഗണിച്ചോട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാളെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കുകയും അവർ ഇതേ രീതിയിൽ ഇവിടുന്ന് ലാഭം കൊയ്യുകയും നമ്മൾക്ക് വൈദ്യുതിക്ക് പണം കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരുത്തനെങ്കിലും ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ധാരണ ഉണ്ടാകുമല്ലോ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. സോളാർ പ്ലാന്റേഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റവും നല്ലതാണ്. ഇതുപോലെയുള്ള നമുക്ക് അറിയാം, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജലസേചന പദ്ധതികളൊക്കെ ഇനി എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ ആണവ നിലയങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ പറഞ്ഞ പോലെ വീടുകൾക്ക് മുകളിൽ, സ്കൂളുകൾക്ക് മുകളിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് മുകളിൽ, ആരാധനാലയങ്ങൾക്ക് മുകളിൽ ഒക്കെ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ 3 ലക്ഷം ഏക്കർ സ്ഥലത്തിന് തുല്യമായ പ്രദേശം നമുക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സാധിക്കും. അതുവഴി വലിയ രീതിയിലുള്ള ഒരു നേട്ടം, അത് സംസ്ഥാന സർക്കാരിന് നേട്ടം ഉണ്ടാകും. സൗജന്യമായിട്ട് വൈദ്യുതി എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എല്ലാവരും നമ്മളുടെ വീടിൻ്റെ മുൻവശത്ത് തൂക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു വീടിൻ്റെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസം വരുന്നത് 8,000 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ മാസം വരുന്നത് 1,500 രൂപയാണെന്ന് വിചാരിക്കുക, അടുത്ത മാസം വരുന്നതിൽ അപ്പോൾ 2,500 ആയിരിക്കും. ആർക്കും ഇതിനെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല. എന്താ നെക്സ്റ്റ് മന്ത് എത്രയാണ് തനിക്ക് വൈദ്യുതി ബില്ല് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്തയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഏതൊക്കെയായാലും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട മന്ത്രിയും അതോടെ മുഖ്യമന്ത്രിയും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു പ്രൊജക്റ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടി വൈകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അല്ലെങ്കിൽ അതല്ലാതെ ഈ സോളാർ ഒരു സ്കാം ആക്കി മാറ്റരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുമ്പോട്ട് വയ്ക്കാനുള്ളൂ.